വർഗത്തെ സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹ് പറയാണ് ഇല്ലാ ലിയഅ്ബുദൂനി, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരായ നമ്മെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായ ഒരു കഴിവ് മറ്റു ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നതിനപ്പുറമായി അള്ളാഹു നമുക്ക് നൽകി. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചു ചേർത്ത ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരുന്നത്. മൃഗജന്തു ലോകത്ത് ഇങ്ങനൊരു സംവിധാനമില്ല. വകതിരിവിന്റെ പ്രശ്നങ്ങൾ അവിടെയില്ല. നമ്മൾ ബുദ്ധിയുള്ളവരാണ്, യുക്തിയുള്ളവരാണ്, ചിന്താശക്തിയുള്ളവരാണ്, ആലോചനാശക്തിയുള്ളവരാണ്, ആലോചന നിമഗ്നരായി മാറുന്നവരാണ്. അത് നമുക്കുള്ളൊരു പ്രത്യേകതയാണ്. അത് നമുക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ശരിയേത്, തെറ്റേത്, നന്മയേത്, തിന്മയേത്, നീതിയേത്, അനീതിയേത്, സത്യമേത്, അസത്യമേത്, ഇരുട്ടേത്, വെളിച്ചമേത് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തി സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിലേക്ക്, 8th-ലേക്ക്, 9th-ലേക്ക്, 10th-ലേക്ക്, 11th-ലേക്ക്, 12th-ലേക്കൊക്കെ ചെന്ന് പ്രവേശിക്കുമ്പോൾ വ്യത്യസ്തമായ വാക്കുകളും വാചകങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്, ആലോചനകൾ ഉണ്ടാകുന്നുണ്ട്. ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ചർച്ചകൾ നാനാഭാഗത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ മർമ്മമാണ് എൻ്റെ റബ്ബിനെ ഞാൻ തിരിച്ചറിയുക എന്നത്. നിങ്ങളുടെ പ്രായം എത്രയാണോ അതിൻ്റെ പിറകിലേക്ക്, 15 വയസ്സ് പ്രായമാണ്, 16 വയസ്സ് പ്രായമാണ്, 17 വയസ്സ് പ്രായമാണ്, അതിൻ്റെ പിറകിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ ആരുമല്ല. നമുക്കുത്തരമുണ്ടോ? നമ്മൾ 18 വയസ്സുള്ള ഒരാൾ, 16 വയസ്സുള്ള ഒരാൾ, അതിനപ്പുറം 16 വർഷത്തിൻ്റെ പിറകിലേക്ക് ചിന്തിച്ചാൽ നമ്മൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് കൈമലർത്തുകയില്ലാതെ നമ്മുടെ മുമ്പിൽ എന്തു മറുപടിയുണ്ട്? ഉപ്പയുടെ അച്ഛൻ്റെ മുതുകിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഒരു തുള്ളി ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് സർവശക്തനായ അള്ളാഹു, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പറയാനല്ല, അതിനെ പ്രവേശിപ്പിച്ച് ആ ഗർഭപാത്രത്തിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വളർന്ന് വന്നവരാണ് നമ്മൾ. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞത്, നിങ്ങളെ അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ 3 ഇരുട്ടറക്കുള്ളിൽ ഘട്ടങ്ങൾ ഘട്ടങ്ങളായി അതിനെ വളർത്തിക്കൊണ്ടുവന്ന് പൂർത്തീകരിച്ച് സംവിധാനിച്ചവനാണ് അല്ലാഹ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി തന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക്, ചുറ്റുപാടിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നമുക്ക് വേണ്ടിയാണ് എല്ലാം. ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ, പറവകൾ മുഴുവനും നമുക്ക് വേണ്ടിയാണ്. ലോകത്തിലെ പറവകൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു, പക്ഷികൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു, ജീവജാലങ്ങൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കാൻ ഇവിടുത്തെ ജീവജാലങ്ങളെ എല്ലാം അല്ലാഹു ഒരുക്കിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്. എല്ലാം നമുക്ക് വേണ്ടി. ഖുർആൻ പ്രയോഗിച്ച വാക്ക് ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഞാൻ പറഞ്ഞ എൻ്റെ സംസാരത്തിലെ 2-ാമത്തെ ആയത്തിന്റെ ഒരു ചെറിയ വശം ആദ്യം ഞാൻ പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇപ്പോൾ ഞാൻ മറ്റൊരായത്തിന്റെ കഷ്ടമാണ് നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അതിനർത്ഥം എന്താണ് എൻ്റെ അനുജന്മാരെ? ഖലഖ ലക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. എന്തൊക്കെ ഭൂമിയിലുണ്ടോ, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ, കാണുന്ന വൃക്ഷങ്ങള്, സസ്യലതാദികള്, മണൽത്തരികള്, സർവ്വതും, ഈ പൊന്തി നിൽക്കുന്ന ആകാശം, സുബ്ഹാനല്ലാഹ്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് എന്ന് പറഞ്ഞില്ലേ ഖുർആൻ. ഒട്ടകത്തെക്കുറിച്ച് ആലോചിക്കാൻ, ഉയർന്നു നിൽക്കുന്ന ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഉരുണ്ടതാണെങ്കിലും പരന്ന പോലെ കിടക്കുന്ന ഭൂമിയെക്കുറിച്ച് ആലോചിക്കാൻ, അല്ലേ? എല്ലാം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി നമ്മോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ കാണുന്നത് മുഴുവനും അള്ളാഹുവിന്റെ പ്രയോഗമാണ്. മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ അനുജന്മാരെ, ബുദ്ധിയുള്ളവരെ, ചിന്താശക്തിയുള്ളവരെ, നമുക്ക് വേണ്ടിയാണ് സർവശക്തനായ അള്ളാഹു എല്ലാം ഒരുക്കിയത്. നാക്കാലികൾ ആരും
മറ്റൊന്നിനു വേണ്ടി ജീവിക്കുന്നില്ല മനുഷ്യർക്ക് വേണ്ടിയല്ലാതെ. പക്ഷികളും പറവകളും നമുക്ക് വേണ്ടിയല്ലാതെ ഇവിടെയില്ല. ഇവിടുത്തെ അരുവികളും ഇവിടുത്തെ നദികളും ഇവിടുത്തെ സമുദ്രങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയാണ്. മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ് ഈ കാണുന്നത് മുഴുവനും എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ്. ഞാൻ രണ്ടാമത്തെ ഒരായത്തിന്റെ കഷ്ടമായി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ വചനം ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. ലോകത്തുള്ള മുഴുവനും ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഞാനടക്കം കേൾക്കുന്ന നമ്മളടക്കമുള്ള എൻ്റെ പ്രിയ അനുജന്മാരെ നമുക്ക് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവനും അള്ളാഹു ഒരുക്കിയത്. എന്നിട്ട് അള്ളാഹു പകരം നമ്മളോട് എന്ത് ചോദിച്ചു? ഒന്നും വേണ്ട, ശരീരത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇന്ന് കിഡ്നി അസുഖമുള്ളവർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ വിലയൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ 8 മണിക്കൂർ കൊണ്ട് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനെ ദഹിപ്പിക്കാൻ കഴിവുള്ള ആമാശയ സംവിധാനം തന്ന ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ അതിൻ്റെ വിലയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ 400 ചില്ലാൻ കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടി വെച്ചുണ്ടാക്കിയ മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സുബ്ഹാനല്ലാഹ്, എന്തൊരു പരിശുദ്ധനാണ് അല്ലാഹു, എന്തൊരു പരിശുദ്ധനാണ് അല്ലാഹു. ശരി, ഈ തലച്ചോറ് തന്ന ശരീരത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും സങ്കീർണമായ അവയവമാകുന്ന കണ്ണ് നമുക്ക് സമ്മാനിച്ച ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച്, ഈ ശരീരത്തെക്കുറിച്ച് മുഴുവനും ആലോചിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ കലവറകളിലൂടെയാണ് മനുഷ്യന്റെ ആലോചനകൾ കടന്നു പോകാനുള്ളത്. ഇതെല്ലാം തന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു, എൻ്റെ പ്രിയ അനുജന്മാരെ, നമ്മോട് എന്ത് പകരം ചോദിച്ചു? എന്താണ് പകരം ചോദിച്ചത്? ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതമാകുന്ന ഈ ഇസ്ലാം എന്ന് പറയുന്ന ദീന്, ലോകത്തിന്റെ രക്ഷിതാവ്, അതിന്റെ ഉടമ നമ്മളോട് പകരം ചോദിച്ചത് എന്താ? എവിടെയെങ്കിലും കാണിക്ക സമർപ്പിക്കാൻ പറഞ്ഞോ? പണമെറിയാൻ പറഞ്ഞോ? എവിടെയെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് ഭാരമായ ആരാധനാ കർമ്മങ്ങൾ വെച്ചോ? നമുക്ക് താങ്ങാനാവാത്ത, ഒരിക്കലും നികത്താനാവാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ച് നമ്മെ ബുദ്ധിമുട്ടിച്ചോ? ഇല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ. അല്ലാഹു എളുപ്പമാണ് ഉദ്ദേശിച്ചത്. അവൻ ഒരിക്കലും ബുദ്ധിമുട്ട് മനുഷ്യനെ തൊട്ട് ആഗ്രഹിച്ചിട്ടേയില്ല, ഉദ്ദേശിച്ചിട്ടേയില്ല. എളുപ്പം മാത്രം. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന ഈ സുതാര്യമായ, സുവ്യക്തമായ, ക്ലിയറായ, വ്യക്തതയുള്ള ഈ മതത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയാത്തത്, പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി കടന്നു വരുമ്പോൾ ഭാരമായി മാറുന്നു. അള്ളാഹുവിന്റെ മതം ഭാരമായി മാറുന്നു, താങ്ങാനാവാത്തതായി മാറുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പടച്ചവൻ പറഞ്ഞ റൂട്ട് എളുപ്പമുള്ളതാണ്, അത് മനുഷ്യന് ഭാരമുള്ളതല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും മൗലികമായ ഒന്നാണ്. എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കുക. ഈ ആകാശലോകത്തെ അണ്ഡകടാഹങ്ങളെ സംവിധാനിക്കാൻ പടച്ചവൻ ഒരാളുടെയും കൂട്ടാവശ്യം ഉണ്ടായിട്ടില്ല. ഇല്ല. നമ്മെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുക്കുന്നതിന് പടച്ചവന് മറ്റൊരാളുടെ സഹായം അല്ലാഹുവിന് ആവശ്യമായി വന്നിട്ടില്ല. കോടാനുകോടി ജീവികളെ സംവിധാനിക്കുന്നതിന് പടച്ചവന് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വന്നിട്ടില്ല. ഇതെല്ലാം ഒരുക്കിയ റബ്ബ് നമ്മളോട് തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നതാണ്, നിങ്ങൾ എന്നോട് മാത്രം ദുആ ചെയ്യണമെന്നതാണ്. അതിനെനിക്ക് സൗകര്യമില്ല എന്ന് നാവ് കൊണ്ടോ, ശരീരം കൊണ്ടോ, ജീവിത ശൈലി കൊണ്ടോ, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ അഹങ്കാരത്തിന്റെ മറുപടി കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരിക്കലും അത് ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. കാരണം ഈ ശരീരം തന്ന റബ്ബ്, ഈ ബുദ്ധി തന്ന റബ്ബ്, ഈ ജീവിതം തന്ന റബ്ബ്, മരണം നിശ്ചയിക്കുന്ന റബ്ബ്, നമ്മോട് പെർമിഷൻ വാങ്ങാതെ നമ്മുടെ ഡേറ്റ് എത്തുമ്പോൾ നമ്മെ മരിപ്പിക്കുന്ന റബ്ബ്, പുനർജീവിതം തരുന്ന റബ്ബ്, ഖബറിൽ ശിക്ഷയും രക്ഷയും ഒക്കെ ഒരുക്കിയ റബ്ബ്, നാളെ അവന്റെ കോടതിയിൽ പരന്നു പറക്കുന്ന പറവകളെപ്പോലെ, പരന്നു നീന്തുന്ന മത്സ്യങ്ങളെപ്പോലെ ഒരൊറ്റ വിളി കൊടുത്താൽ എല്ലാവരും ഒന്നിച്ചു വന്നു നിൽക്കുന്ന കോടതി, നീതിപൂർവമായ കോടതി, ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത കോടതിയിലേക്ക് ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് പറയുന്ന റബ്ബ് അല്ലേ? ആ റബ്ബ് എന്നോടും നിങ്ങളോടും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 നേരത്തെ നമസ്കാരത്തിൽ നെഞ്ചിൽ ചെരുവിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഞാനും നിങ്ങളും പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഇയ്യാക നഅ്ബുദു
വഇയ്യാക നസ്തഈൻ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പ്രതിജ്ഞയാണത്. പടച്ചവനെ പ്രകീർത്തിച്ചുകൊണ്ട്, അവൻ അർ-റഹ്മാനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അവൻ അർ-റഹീമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, സർവസ്തുതിയും അവനാണെന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും നടത്തുന്ന ഓരോ ദിവസവും ഫർളായ നമസ്കാരത്തിൽ മാത്രം 17 തവണ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്ന പ്രതിജ്ഞയാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. ഇതൊരു മർമ്മമാണ്, ഇസ്ലാമിന്റെ ദീനിന്റെ മർമ്മമാണ്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മർമ്മം അതാണ്. ഇതിനെതിരെ പ്രവർത്തിക്കുക എന്നത് പടച്ചവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്. എല്ലാ സൗകര്യങ്ങളും തന്നിട്ട് അവനോട് കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, അവനോട് കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ, അവനോട് കാണിക്കുന്ന ധിക്കാരപൂർവമായ പെരുമാറ്റമുണ്ടല്ലോ, അതവൻ പൊറുക്കാത്ത ഒന്നായിട്ടാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി തന്നത്. പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും ഓതിക്കേൽപ്പിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചില വഴികൾ, ചില സൂചനകൾ, ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാം. അപ്പോ ഈ ക്ലാസ്സിൽ 3-ാമത്തെ വചനമായി നമുക്കറിയുന്ന ഒന്ന് നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ടത്, എല്ലാവരും നെഞ്ചിൽ കൈകെട്ടിക്കൊണ്ട് പറയുന്ന, സർവ്വ മുസ്ലിങ്ങളും നിസ്കാരത്തിൽ പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. എന്നിട്ട് നമ്മുടെ ഉമ്മ നമ്മുടെ അനുജൻ കുട്ടിയെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇത്താത്ത ആ താത്തയുടെ മകനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടുപാടി ഉറക്കാൻ ഉപയോഗിക്കുന്ന വാചകമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാറുണ്ട്. അതിനർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഒരാളുമില്ല. എന്നിട്ട് ആ തൊട്ടിലിൽ നിന്ന് കുട്ടിയുടെ തലയൊന്ന് പുറത്തേക്ക് തൂങ്ങിപ്പോയാൽ, പെട്ടെന്ന് ആ തൊട്ടിലിൽ നിന്ന് കുട്ടി വീണു പോകുമെന്ന് കണ്ടാൽ, നമ്മുടെ ഇത്താത്ത, നമ്മുടെ ഉമ്മ, നമ്മുടെ അയൽവാസി, നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർ വിളിക്കുന്നത് അറിയാതെ അറിഞ്ഞോ വിളിച്ചു പോകുന്ന വിളി റബ്ബേ എൻ്റെ കുട്ടി എന്നല്ല. അല്ല, നോക്കൂ നിങ്ങള്, 5 നേരം 17 തവണ, സുബഹിക്ക് 2 തവണ, ളുഹറിന് 4 തവണ, അസറിന് 4 തവണ, മഗ്രിബിന് 3-ഉം ഇശാഇന് 4-മായി 17 തവണ അവൻ നെഞ്ചിന് തെരുവിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നാണ്. എന്നിട്ട് തൊട്ടിലിട്ട് കുട്ടിയെ ആട്ടിയുറക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പാട്ടുപാടി ഉറക്കുന്ന നമ്മുടെ ഇത്താത്തയുണ്ടല്ലോ, കുട്ടി ഒന്ന് തൊട്ടിലിൽ നിന്ന് വീണ് അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് വീണു പോകുമെന്ന് കണ്ടാൽ അറിഞ്ഞോ അറിയാതെയോ വിളിച്ചു പോകുന്ന വിളി എന്താ? ബദരീങ്ങളെ എൻ്റെ കുട്ടി എന്നാണ്. അല്ലേ? ബദരീങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. ഈ തൗഹീദിന്റെ അടിസ്ഥാനപരമായ മർമ്മപ്രധാനമായ ഈ പ്രതിജ്ഞക്കെതിരെയാണ് നമ്മുടെ ഇത്താത്ത നീങ്ങുന്നത്, നമ്മുടെ ഉമ്മ നീങ്ങുന്നത്, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ നീങ്ങുന്നത്. പടച്ചോൻ പറയണേ, ഇല്ല കേട്ടോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പടച്ചവനിൽ ശിർക്ക് വെക്കുന്നത് അല്ലാഹു പൊറുക്കുകയില്ല. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, എന്താ ഈ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ, അവനോട് മാത്രം പറയേണ്ട കാര്യം അവന്റെ സൃഷ്ടികളോട് പറഞ്ഞാൽ അതാണ് പ്രിയപ്പെട്ടവരെ ശിർക്ക് എന്ന് പറയുന്നത്. അവനോട് മാത്രം നടത്തേണ്ട തേട്ടം അവന്റെ പടപ്പുകളോട്, അത് ഏറ്റവും വലിയവനാകട്ടെ, ചെറിയവനാകട്ടെ, ഷെയ്ഖാകട്ടെ, ഉസ്താദാകട്ടെ, മൗലവിയാകട്ടെ, സാധാരണക്കാരനാകട്ടെ, അറിയപ്പെട്ടവരാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, ആരാകട്ടെ, അവനോട് മാത്രം തേടേണ്ട തേട്ടം അവനിലേക്ക് നടത്തുന്നതിന് പകരം അവന്റെ പടപ്പുകളിലേക്ക് വെച്ചുകൊടുത്താൽ, ഖബർ സന്ദർശിക്കാൻ നമ്മൾ പോവാറുണ്ട്, അത് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്താണ്, സിയാറത്താണ്. പക്ഷേ ആ ഖബറാളിക്കു വേണ്ടി, എൻ്റെ അനുജന്മാർ ശ്രദ്ധിക്കണം, ഖബറാളിക്കു വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കാം. പടച്ചവനെ, ഈ ഖബറിൽ കിടക്കുന്നത് എൻ്റെ വല്ലിപ്പയാണ്, പുറത്തു കൊടുക്കണേ അല്ലാ. എൻ്റെ വല്ലിമ്മയാണ് ഈ ഖബറിൽ കിടക്കുന്നത്, പുറത്തു കൊടുക്കണേ അല്ലാ. ആ വല്ലിമ്മയെയും വല്ലിപ്പയെയും എന്നെയും ഞങ്ങളെയും സ്വർഗത്തിൽ നാളെ പടച്ചവനെ നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. ഇതൊക്കെ നമുക്ക് അല്ലാഹുവോട് ഖബറിനടുത്ത് പോയിട്ടും പോവാതെയും പറയാം. ബസ്സിലിരുന്ന് പറയാം, കാറിലിരുന്ന് പറയാം, ഇപ്പൊ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് പറയാം, വീട്ടിലിരുന്ന് പറയാം. പക്ഷേ പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരെ, ഇന്ന് നമ്മൾ നമ്മുടെ ഉമ്മത്തിൽ നിന്ന്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെന്നറിയുമോ? ആ ഖബറാളിയോട് പറയുകയാണ് എൻ്റെ ഉമ്മയുടെ പ്രശ്നം, ആ ഖബറിൽ കിടക്കുന്നവനോട് പറയുകയാണ് നമ്മുടെ വാപ്പയുടെ കുട്ടിയുടെ പ്രശ്നം, നമ്മുടെ കാക്കയുടെ മോളെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, നമ്മുടെ ഇത്താത്തയുടെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, പരീക്ഷയുടെ പ്രശ്നം, വേവലാദികൾ ആവലാദികൾ പേടി
ഖബറിലുള്ള ആളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്നിന്റെ ലോകത്ത് നാം കാണുന്നത്. അവിടെയാണ് വിശ്വാസത്തിൽ അതിശക്തമായ പിഴവ് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത് എന്തിനാണ്? നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാനാണ്. ഞാൻ ഖബർ കാണുമ്പോൾ റബ്ബേ, എൻ്റെ വല്ലിപ്പയുടെ ഖബറാണിത്, എത്ര ഇടുക്കമുള്ള ഖബറാണിത്, 6 അടി താഴ്ചയുള്ള ഖബറാണിത്, ഇതാ 3 അടി കഴിഞ്ഞ് വീണ്ടും ഖബർ ഒന്ന് ചെറുതായിരിക്കുന്നു, ഇങ്ങനെ 6 അടി താഴ്ചയുള്ള ഖബറിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ. ഈ അക്രമങ്ങൾ കാണിച്ചിട്ട്, ഈ തോന്നിവാസങ്ങൾ ചെയ്തിട്ട് പടച്ചോനെ ഈ ഖബറിൽ വന്ന് കിടക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് നന്നാവണം എന്ന് ഖബറിനെ കുറിച്ച് കാണുമ്പോ, ഖബറാളിയെ കുറിച്ച് ഓർക്കുമ്പോ, ഖബർ സന്ദർശിക്കുമ്പോ, മയ്യത്തിന്റെ അടുക്ക് പോകുമ്പോ, ആ ഖബറിടങ്ങളിലേക്ക് ചെല്ലുമ്പോ എനിക്കെന്റെ മരണബോധം ഓർമ്മ വരും, പരലോകത്തെ കുറിച്ച് ഓർമ്മ വരും. തുദക്കിറുക്കുമുൽ മൗത, അത് മരണത്തെ ഓർമ്മപ്പെടുത്തി തരും. പക്ഷേ നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്നത്, പ്രിയപ്പെട്ടവരെ, ഖബറാളിയോട് തന്നെ തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് അല്ലാഹു പൊറുക്കില്ല. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗ്ഗം നിഷിദ്ധമാണ്. അവന്റെ മേൽ സ്വർഗ്ഗം നിഷിദ്ധമാണ്. സ്വർഗ്ഗം ഹറാമായാൽ പിന്നെ ഹലാലായി അല്ലെങ്കിൽ നിർബന്ധമായി മാറുന്നത് എന്താ? സ്വർഗ്ഗം നിഷിദ്ധമായാൽ പിന്നെ അവന്റെ മേൽ നിർബന്ധമായി മാറുന്നത് എന്താ? നരകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബാക്കി എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം. ഒരു ഹദീസ് നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. പാറയിൽ കൊത്തിവെച്ചതുപോലെ മഴ കൊണ്ടും പൊടികൾ കൊണ്ടും മാഞ്ഞു പോകാത്ത വിധത്തിൽ ഹൃദയത്തിന്റെ ഭിത്തിയിൽ, ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഞാനും നിങ്ങളും ചേർത്ത് വെക്കേണ്ട ഒരു ഹദീസ്. അറബി അറിയുന്നവർ അങ്ങനെ തന്നെ മനസ്സിൽ വെക്കുക. ആശയമെങ്കിലും ഇന്നിന്റെ പ്രോഗ്രാം കഴിഞ്ഞ്, ടീം സ്പേസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ നമ്മുടെ കുട്ടുകുടുംബങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ശിർക്കിലകപ്പെട്ടവരുണ്ടെങ്കിൽ ആ വല്ലിമ്മയോട്, വല്ലിപ്പയോട്, ജേട്ടനോട്, അനിയനോട്, കുടുംബക്കാരോട്, ബന്ധുക്കളോട്, അയൽവാസികളോട് ഞാനും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആശയമാണത്. എന്താണ് ആശയമെന്നറിയുമോ? എന്താണ് ആശയമെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ മാത, ഒരാൾ മരിച്ചു, ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെയാണ് അയാൾ മരിച്ചത് എങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്, അയാൾ സ്വർഗ്ഗത്തിലാണ്. വമൻ മാത, ഒരു മനുഷ്യൻ മരിക്കുന്നു, എന്നാൽ യുശ്രികു ബില്ലാഹ്, അല്ലാഹുവിൽ എന്തെങ്കിലും ഒന്നിനെ പങ്കു ചേർത്തുകൊണ്ടാണ് അയാൾ മരിക്കുന്നത്, എന്തെങ്കിലും ഒന്നിനെ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ദഖലൻ നാറ, ദഖലൻ നാറ, അയാൾ നരകത്തിലാണ്. ലാ യുശ്രികു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടാൽ ദഖലൻ നാറ. യുശ്രികു ബില്ലാഹ്, ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ദഖലൻ നാറ, നരകത്തിലാണ്. ശിർക്ക് ചെയ്യാതെ മരിച്ച സ്വർഗത്തിലാണ്. അപ്പോ സത്യം ചെയ്യാറുണ്ട് നമ്മൾ, അവിടെയും ശിർക്ക് വരും. എങ്ങനെ ശിർക്ക് വരിക? പടച്ചവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. അറബിയിൽ അത് പറയ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം. മമ്പറത്തെ തങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാൽ ശിർക്കായി. ബദരീങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാൽ അപകടമായി. കഅബയാണ് സത്യം എന്നല്ല പറയേണ്ടത്, പള്ളിയാണ് സത്യം എന്നല്ല പറയേണ്ടത്. അല്ല, സത്യം ചെയ്യുമ്പോൾ വല്ലാഹി, അല്ലാഹുവാണ് സത്യം. നമ്മളൊരു മൃഗത്തെ അറുക്കുകയാണ്, നമ്മളൊരു മൃഗത്തിന്റെ മാംസം വാങ്ങുകയാണ്, അല്ലേ? ബലിപെരുന്നാളിന്റെ ഉലഹിയത്തിന്റെ മാംസം നമ്മൾ വാങ്ങുമ്പോ ബദരീങ്ങളുടെ ആണ്ടിന്റെ പേരിലുള്ള മാംസം നമ്മൾ വാങ്ങാറില്ല. എന്താ കാരണമെന്നറിയുമോ? ഒരു വലിയ മൃഗത്തെ അറുക്കേണ്ടത് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച്, അവന്റെ നാമം ഉച്ചരിച്ച്, അവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അറുക്കുന്ന മൃഗത്തിന്റെ ഭക്ഷണമേ നമുക്ക് ഹലാലാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിലുള്ള ബലി അത് നമുക്ക് അനുവദനീയമാണ്. എന്നാൽ വേറെ ഏതെങ്കിലും മഹത്തുക്കളാണ്, അവർ ഉഷാറാണ്, അവർ മഹാരഥന്മാരാണ്, അവർ വലിയ ആളുകളാണ്, പക്ഷെ അവരുടെ പേരിൽ അറുത്താൽ ആ മാംസം നമുക്ക് നിഷിദ്ധമായി മാറുന്നു. കാരണം അതിന്റെ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം അവരുടെ പേരിലുള്ള നേർച്ചയാണ്. അതുകൊണ്ട് ഒരു ഖബറാളിയെ കുറിച്ച് നേർച്ചയാക്കിക്കൊണ്ട് നടത്തുന്ന നേർച്ച അത് ഖബറിലുള്ളവനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ ആ നേർച്ച ബാത്തിലായി പോയി എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുകയാണ്. അവിടെ ശിർക്ക് വരുന്നു, അല്ലേ? സത്യം ചെയ്യുന്ന സ്ഥലത്ത് ശിർക്ക് വരുന്നു. ഈ കൈനോട്ടക്കാരനെയോ ജ്യോത്സ്യനെയോ സിദ്ധനെയോ ബീവിയെയോ തങ്ങന്മാരെയോ സമീപിച്ച് കൈ നീട്ടിക്കൊടുത്തോ കൊടുക്കാതെയോ ഇവന് ഭാവി അറിയുമെന്ന് വിചാരിച്ചുകൊണ്ട്, അദൃശ്യകാര്യങ്ങൾ അറിയുമെന്ന് വിചാരിച്ച് അവന്റെ അടുക്കൽ ചെന്ന് പലതും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ
പടച്ചവൻ ഇഷ്ടപ്പെടാത്ത റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. കൈ നോക്കിക്കൊണ്ട് ഒരാൾ ഭാവി പറയുകയാണ്, അത് വിശ്വസിച്ചാൽ, അത് തമാശയ്ക്ക് വേണ്ടി കൈ നീട്ടിക്കൊടുത്താൽ, എൻ്റെ കൊച്ചു അനുജന്മാരെ, ഒന്ന് തമാശയ്ക്ക് വേണ്ടി ഒരു തത്തയെയും പിടിച്ചിങ്ങനെ വരുന്ന ഒരാൾ, അതൊന്നും ഇപ്പൊ ഇല്ല. കൈനോട്ടക്കാരിപ്പോഴും ഉണ്ട്, ജ്യോത്സ്യന്മാരിപ്പോഴും ഉണ്ട്, സിദ്ധന്മാരിപ്പോഴും ഉണ്ട്, ആ പേരിൽ അറിയപ്പെടുന്ന ബീവിമാരുണ്ട്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന വലിയ വലിയ ഷെയ്ഖുമാരുണ്ട്. അവരെ മുമ്പിൽ ചെന്ന് നമ്മൾ കൈ നീട്ടിക്കൊടുത്തോ അല്ലാതെയോ ഇത് ചെയ്യുമ്പോൾ അത് തമാശക്ക് വേണ്ടി ചെയ്താൽ പോലും അപകടമാണ്, നമ്മുടെ നമസ്കാരങ്ങൾ നഷ്ടമാകും. ഇനി വിശ്വസിച്ചാലോ, കഫറ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിക്കിറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചു. ഏതാ നബിക്കിറക്കിയത്? നബിക്കിറക്കിയത് ഏതാ? അല്ലാഹു തആല നബിക്കിറക്കി കൊടുത്ത മുഅ്ജിസത്ത് എന്താ? പരിശുദ്ധ ഖുർആനാണ്. ഇത് ലോകത്തിന്റെ മുമ്പിൽ എന്നും നിലനിൽക്കുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഖുർആനിൽ അവിശ്വസിച്ചവനായി മാറും. വെറുതെ ഒന്നിങ്ങനെ കൈനീട്ടിക്കൊടുത്ത് അതൊക്കെ കേട്ട് സത്യം എന്ന് തോന്നിയാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ അവിശ്വസിച്ചവനായി മാറും. അപ്പൊ അവിടെയും ശിർക്ക് വരുന്നു. ഇനി നമ്മുടെ ഉമ്മമാര്, പെങ്ങന്മാര് കൂടുതൽ പോകുന്ന, നാട്ടിലുള്ള സ്ത്രീകൾ കൂടുതൽ പോകുന്ന സ്ഥലമേതാ? ഖബറാണ്. ആ ഖബറ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ചാൻ മാത്രമേ നമുക്ക് ഉയർത്താൻ പാടുള്ളൂ. നിങ്ങളൊക്കെ മലപ്പുറം ജില്ലയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ പള്ളികളിൽ നിന്ന്, വ്യത്യസ്തമായ മഹല്ലുകളിൽ നിന്ന് വന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, നിങ്ങളൊക്കെ നാട്ടിൽ ആ ഖബർസ്ഥാനിൽ ചെല്ലുമ്പോൾ സാധാരണ കുറേ ഖബറുകൾ കാണും. ഒരു ചാണേ ഉള്ളൂ. അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ടാവും ഖബറിന്റെ അടയാളമായി. ശരി, നിൽക്കട്ടെ, അവിടുന്ന് ഞാൻ വിശദീകരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ എൻ്റെ വിഷയം എന്താണെന്നറിയോ? ആ ഖബറൊന്ന് പതുക്കെ കെട്ടിപ്പൊക്കി, മരിച്ചതൊരു മഹാനാണ്, അറിയപ്പെടുന്ന ആളാണ്. ഖബർ കെട്ടിപ്പൊക്കുമ്പോൾ നമ്മുടെ വിഷയത്തിൽ വരുന്ന ശിർക്ക് അവിടെ വരുന്നില്ല, ഹറാമാണ്. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നുള്ള റസൂല് പറഞ്ഞതാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികളെ ശരിക്ക് കേട്ടോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചോദിച്ചോളൂ, അന്വേഷിച്ച് പഠിക്കണം, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കണം. അള്ളാന്റെ റസൂല് നിരോധിച്ചു. എന്ത്? ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റോ കുമ്മായമോ അടിക്കരുത്. ഖബറിങ്ങനെ മണ്ണിട്ട് മൂടേണ്ടതാണ്. ഖബറിന്റെ മേലെ ഒരു ചാൺ ഉയരത്തിൽ മാത്രമേ അത് ഉയരാൻ പാടുള്ളൂ. പ്രവാചകന്റെ ഖബർ പോലും ചരക്കല്ലുകൾ പരന്നു കിടക്കുന്ന ഒരൊറ്റ ചാൺ ഉയരമേ ഉള്ളൂ. അത് കഥ കേട്ടിട്ടുണ്ടാവും, സ്കൂളിൽ നിന്ന് കഥ കേട്ടിട്ടുണ്ടാവും, ഹയർ സെക്കൻഡറിയിൽ നിന്ന്. ഞാൻ മദീനത്ത് പോയി ഉംറയ്ക്ക് പോയ ഭാഗം, അതിന്റെ ഭാഗമല്ലെങ്കിലും അങ്ങോട്ട് ചെന്നിരുന്നു. എൻ്റെ വല്യമ്മ പോയിരുന്നു, വല്യപ്പ പോയിരുന്നു. നബിയുടെ ഖബർ കണ്ടു. അതിങ്ങനെ പച്ചപ്പുതപ്പെട്ടൊക്കെ മൂടി വലിയ കെട്ടിപ്പൊക്കിയ ഖബറാന്നൊക്കെ ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുന്നത് നിങ്ങൾ സ്കൂളിൽ നിന്ന് കേൾക്കാറുണ്ട്, ക്യാമ്പസിൽ നിന്ന് കേൾക്കാറുണ്ട്. എങ്കിൽ സത്യമല്ല കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ കാണാൻ പറ്റുന്ന നിലയിലേ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ പോയി ആര് നോക്കിയാലും നബിയുടെ ഖബർ കാണാറില്ല. നിൽക്കട്ടെ, ആ ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ഹറാമാണ്. ഖബർ കുമ്മായമടിക്കുന്നത് അള്ളാന്റെ റസൂൽ നിരോധിച്ചു. ആ ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കുന്നതും അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. പിന്നെയോ ആ ഖബറിന്റെ മേലെ ഇരിക്കുന്നതും അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. പോരാ, ആ ഖബറിന്റെ മേലെ എഴുതുന്നതും അള്ളാന്റെ റസൂൽ നിരോധിച്ചു. എഴുതിയ ശിർക്കാവോ? ഇല്ല. 756 എഴുതിയാല്, ഉമ്മാന്റെ പേര് ഖബറിന്റെ മേലെ എഴുതിയാല്, വാപ്പാന്റെ പേര് ഖബറിന്റെ മേലെ എഴുതിയാല് ശിർക്കല്ല. പിന്നെ പാടില്ല എന്നല്ലാന്റെ റസൂല് പറഞ്ഞതാണ്. അപ്പൊ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യലാണ്. ഇങ്ങനെ ഒരാൾ ഖബർ കെട്ടിപ്പൊക്കി, അപ്പൊ ശിർക്കുണ്ടായിട്ടില്ല. അള്ളാഹിനോട് അല്ലാത്ത ശക്തികളോടുള്ള പ്രാർത്ഥന കെട്ടിപ്പൊക്കിയപ്പോൾ ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. ആ സിമെന്റ് കൊണ്ടോ കല്ലുകൊണ്ടോ ഉയർത്തി കെട്ടി പച്ച പെയിന്റ് കൊടുക്കുമ്പോൾ അവിടെ ശിർക്ക് വന്നിട്ടില്ല. പക്ഷെ ശിർക്കിലേക്ക് എത്താനുള്ള വഴികൾ ഒരുക്കി കൊടുക്കലാണ്. ഷിർക്കിലേക്ക് എത്താനുള്ള വഴി ഒരുക്കി കൊടുക്കലാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത് കേട്ടാൽ അപകടത്തിൽ നിന്ന് ഒഴിവാകാം. ഖബർ കെട്ടിപ്പൊക്കരുത്, ഖബറിന്റെ മേലെ കുമ്മായമോ സിമന്റോ ഉപയോഗിക്കരുത്, ഖബറിന്റെ മേലെ കയറിയിരിക്കരുത്, ഖബറിന്റെ മേലെ എഴുതരുത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ലോകത്തോട് വിട പറയുന്ന റബീഉൽ അവൽ 12 തിങ്കളാഴ്ച അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതാ വിറക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലിൽ കിടന്ന് അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ വാചകത്തിൽ ഒരു വാചകം നിങ്ങൾ ഓർക്കണം, എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർ ഓർക്കണം. എന്താണെന്നറിയുമോ? റസൂല് പറയാണ്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്ന്
റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നെന്ന് നമ്മുടെ നേതാവ് പറയുന്ന ഒരു വാക്ക്, 2 പ്രാർത്ഥനകൾ എൻ്റെ കുട്ടികളെ, എൻ്റെ അനുജന്മാരെ, നിങ്ങൾ ഈ ടീൻ സ്പേസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകണം. എന്താ നബി പ്രാർത്ഥിച്ചതെന്നറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതന യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് അല്ലാഹ്. പടച്ചോനെ റബ്ബേ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് അല്ലാഹ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തുനിന്ന് വിട പറയുന്നെന്ന്, വഫാത്താകുന്ന ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പടച്ചോനെ റബ്ബേ, എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് അല്ലാഹ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. പടച്ചോനെ, എൻ്റെ ഖബറിനെ നീ ഒരു ഉത്സവപ്പറമ്പാക്കി കൊടുക്കരുത് അല്ലാഹ്. ഇതൊക്കെ ശിർക്ക് വരുന്ന വലിയ വഴിയാണ്. നമ്മളമ്മമാര് മമ്പറത്ത് പോകാറുണ്ട്, നമ്മളെ നാട്ടിൽ നിന്ന് വല്യമാര്, വല്ലിപ്പാര്, കാക്കാര്, താത്താര് മമ്പറത്ത് പോകാറുണ്ട്. പിന്നെ വലിയ ടൂർ നടത്താറുണ്ട്. നാഗൂറിലേക്ക്, ഏർവാടിയിലേക്ക്, അജ്മീറിലേക്ക്, മുത്തുപ്പേട്ടയിലേക്ക് എന്ന് പറഞ്ഞ് വലിയ ടൂർ, സിയാറത്ത് ടൂർ നടത്താറുണ്ട്. കെട്ടിപ്പൊക്കിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് ഖബറിന്റെ മേലെ കൈവച്ച് ഖബറിൽ കിടക്കുന്ന ആളോട് സങ്കടം പറഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് പറയുമ്പോ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത എന്ന് പറഞ്ഞില്ലേ, ആ കടുത്ത ശിർക്കിലേക്കാണ് ആ മനുഷ്യർ കടന്നു പോകുന്നത്. ഇങ്ങനെ ശിർക്ക് വച്ചവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഒരു കയ്യിൽ ഒരു ഏലസ് കെട്ടിയിട്ട് നോക്ക് നിങ്ങൾ, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, തളർച്ചയില്ലാത്ത ലോകത്തിന്റെ നാഥനായ അള്ളാഹു, അവന് പാസ്റ്റ് ഇല്ല, പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. അവൻ എന്നുമുള്ളവനാണ്, ആദ്യമേ ഉള്ളവനാണ്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ആ റബ്ബ് എന്നെ കാണുന്നു, ആ റബ്ബ് എന്നെ കേൾക്കുന്നു. ഏത് ഇരുട്ടിന്റെ മറവിലും, ഏത് പാതിരാത്രിയിലും, ഏത് രാപ്പകലുകളിലും എന്നെ കാണുന്ന റബ്ബ്, ആ റബ്ബ് എനിക്ക് രക്ഷ നൽകണമെന്ന് വിശ്വസിക്കുന്നതിന് പകരം ഈ ഖബറിൽ കിടക്കുന്ന ആളെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടുന്ന് കിട്ടിയ ഒരു ഏലസോ നൂലോ കൈത്തണ്ടയിൽ കെട്ടിയാൽ, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടിവെച്ചാൽ ഇതിന് രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചാൽ, പടച്ചവന് നമ്മുടെ മനസ്സിൽ എന്തൊരു വിലയുള്ളത്? അള്ളാഹുവിന് നമ്മുടെ മനസ്സിൽ എന്തൊരു വില? ഖുർആനിൽ ഒരു ആയത്തിന്റെ കഷ്ണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടോ. ശ്രദ്ധിക്കണേ, ആയത്തിന്റെ കഷ്ണം എന്താ അറിയോ? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾ അള്ളാഹുവിന് ഒരു ഗാംഭീര്യവും ഒരു ഗൗരവവും കാണുന്നില്ലേ? അല്ലാഹ് ഖുർആനിൽ ചോദിക്കുക, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഉമ്മത്തെ, പടച്ചോ നിങ്ങൾ ഒരു ഗാംഭീര്യവും കാണുന്നില്ലേ? ഒരു നൂലിന്റെ കഷ്ടം എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചാൽ പിന്നെ അള്ളാഹ്ക്ക് എന്ത് വില? ഒരു ഏലസ്, ഒരു തകിട് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചാൽ പിന്നെ അള്ളാഹ്ക്ക് എന്തൊരു വിലയാണ്? അതുകൊണ്ട് മൻ തഅല്ലക തമീമ, ആരെങ്കിലും ഏലസ് നൂലൊക്കെ ബന്ധിച്ചാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ സത്യം ചെയ്യുമ്പോൾ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യുക. നേർച്ചയുണ്ട്, വഴിപാടുകളുണ്ട്, അർച്ചനകളുണ്ട്, എല്ലാം അള്ളാഹുവിന്റെ കൂലി മാത്രം ആഗ്രഹിച്ച് അവന്റെ മുമ്പിലേക്ക് മാത്രം നടത്തുക. പ്രാർത്ഥന മനസ്സിൽ നിന്ന് ഉയരേണ്ടതാണ്. അത് റബ്ബിലേക്ക് മാത്രം ഉയരുക. വേറൊരാളിലേക്കും എൻ്റെ പ്രാർത്ഥന പോവുകയില്ലെന്ന് തീരുമാനിക്കുക. നിസ്കാരം ഞാൻ നടത്തുന്നത് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ, നോമ്പെടുക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ, എൻ്റെ പ്രാർത്ഥനകളും ഇബാദാത്തുകളായ മറ്റ് എല്ലാ ആചാരങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം, അവന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ നടത്തുക. ഇത് മാത്രമേ പടച്ചവൻ നമ്മളോട് പകരം ചോദിച്ചിട്ടുള്ളൂ. ഇത് മാത്രമേ റബ്ബ് നമ്മളോട് പകരം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, റബ്ബ് നമ്മളോട് ചോദിച്ച മർമ്മപ്രധാനമായ ഈ കാര്യം കൊടുക്കാതെ നമ്മൾ എത്ര നമസ്കരിച്ചാലും, എത്ര ദിക്ർ ചൊല്ലിയാലും, എത്ര ആരാധനാകർമ്മങ്ങൾ നടത്തിയാലും, സ്വലാത്തുകളുടെ കുമ്പാരം തന്നെ നമ്മൾ നമ്മുടെ റെക്കോർഡിൽ കെട്ടിവെച്ചാലും, പടച്ചവൻ പറഞ്ഞ ബേസിക്കലായി പാലിക്കേണ്ട, അതിൻ്റെ മർമ്മപ്രധാനമായ അടിത്തറയായി സൂക്ഷിക്കേണ്ട ഈ തൗഹീദ് നഷ്ടപ്പെട്ടു പോയാൽ ഞാനും നിങ്ങളും നഷ്ടകാരികളായി മാറും. പരലോകത്ത് കൈമലർത്തേണ്ടി വരും. ആരും രക്ഷപ്പെടുത്താനില്ലാത്ത ദിവസം, ആരും നമുക്ക് വേണ്ടി ഒന്നും ഉരിയാടാനില്ലാത്ത ദിവസം, ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്ത ദിവസം ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ കൈമലർത്തേണ്ടി വരും. അതുകൊണ്ട് ടീൻ സ്പേസ് എന്ന് പറയുന്ന ഈ പ്രോജ്വലമായ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുമ്പോ ആദ്യത്തെ ക്ലാസ് തന്നെ അടിത്തറ ഉഷാറാകണേ, അടിത്തറ നന്നാകണേ എന്ന് പറയാനാണ് ഞാൻ ഈ തുടക്കത്തിൽ തന്നെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു കുതൽ പഠിക്കാനുള്ള, സംശയങ്ങളെല്ലാം ദൂരീകരിക്കുവാനുള്ള, കൃചുവായ, നേരായ, ചൊവ്വായ, വക്രതയില്ലാത്ത വഴിയിൽ മുന്നോട്ടു നീങ്ങാൻ
തടസ്സങ്ങളെ മുഴുവനും വഴഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ച് അഭിലഷിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് റബ്ബിനോട് എല്ലാ സമയത്തും പ്രാർത്ഥിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത് നമുക്ക് ഈ ക്ലാസ്, ആദ്യത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സർവശക്തനായ അള്ളാഹു തക്കതായ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും സംഘാടകർക്കും നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ